അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, തിരുമൊഴികൾ അറിയാം, തിരുദൂതരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാം എന്ന പ്രമേയത്തിൽ ദാറുൽ ഹദീസ് ദുറർ എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിക്ക് സമാരംഭം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ദീനി ദഅവത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദുറർ എന്ന വാക്കിനർത്ഥം മുത്തുകൾ എന്നാണ്. ദുറത്ത് എന്ന് പറയുന്ന ഏകവചനത്തിൻ്റെ ബഹുവചനമാണ് ദുറർ എന്ന് പറയുന്നത്. മുത്തുകളെ കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴിമുത്തുകളാണ്, തിരു ഹദീസുകളാണ്. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീണ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ തുടങ്ങിയവക്കാണ് പൊതുവിൽ തിരുഹദീസുകൾ എന്ന് നാം പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ ദൗത്യം തന്നെ ഹദീസുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 129 ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആയാണത്. എന്താണത്? റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഈ മക്കയിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കണേ റബ്ബേ. ആ റസൂല് നിന്റെ ആയത്തുകളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. നിന്റെ കിതാബുകളും നിന്റെ ഹിക്മത്തുകളും ആ റസൂല് അവരെ പഠിപ്പിച്ചു കൊടുക്കും. അവരെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു റസൂലിനെ നീ നിയോഗിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നുണ്ട്. ഈ ആയത്തുകളുടെ എല്ലാം വിശദീകരണത്തിൽ ഹിക്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ധാരാളം ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം തന്നെ ഈ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയെ, വിശുദ്ധമായ ഖുർആൻ അങ്ങയിലേക്ക് അവതരിപ്പിച്ചത് അങ്ങ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ മൗനാനുവാദങ്ങളെല്ലാം പരിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, അതിൻ്റെ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഹദീസ് പഠനം എന്നുള്ളത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഹദീസ് പഠിക്കുന്ന നമ്മൾ വളരെയേറെ ഇഖ്ലാസോട് കൂടെയായിരിക്കണം അതിനെ സമീപിക്കേണ്ടത്. മറ്റുള്ള ഭൗതിക ചിന്തകളൊന്നുമില്ലാതെ, ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പറഞ്ഞു തരുന്നത് പോലെ അവിടുത്തെ മജ്ലിസിൽ നാം എത്രത്തോളം അദബോട് കൂടെയായിരിക്കും ഇരിക്കുക, ആ ഒരു അദബും ബഹുമാനവും ഒക്കെ കൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഹദീസ് പഠന ക്ലാസ്സുകളിൽ നാം പങ്കെടുക്കാൻ. മാത്രമല്ല, ഹദീസുകൾ നാം വളരെയേറെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും പരമാവധി നമ്മുടെ ജീവിതത്തിൽ പുലർത്തുമെന്ന തീരുമാനവും നമുക്കുണ്ടായിരിക്കണം. ഹദീസ് പഠനത്തിന് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അതീവ ഗാംഭീര്യമുള്ളതാണ്. അത് വഹയാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരങ്ങളെല്ലാം
ഇലാഹിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാരനായ ഒരാളുടെ വാക്കുകളല്ല, സന്ദേശങ്ങളല്ല, അത് ഒരു നേതാവിൻ്റെ പ്രഖ്യാപനങ്ങളല്ല എന്ന ഒരു ബോധത്തോടു കൂടെയായിരിക്കണം നാം ഹദീസ് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ പ്രചാരകരാകുകയും ചെയ്യേണ്ടത് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കണ്ണും കാതും നാവും ശരീരവും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ കൊണ്ട് സ്വാധീനിക്കപ്പെടണം. നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച ഉത്തമ വിഭാഗക്കാരിൽ പെടാൻ നമുക്കൊക്കെ സാധിക്കണം. ഇന്ന ഔലന്നാസി ബി യൗമിൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാം. ഖിയാമത്ത് നാളിൽ എന്നോട് കൂടുതൽ അടുത്തവർ എൻ്റെ മേൽ സ്വലാത്ത് പെരുപ്പിക്കുന്നവരാണ്, സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ മുഴുവനും പറഞ്ഞത് അത് ഹദീസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാണ്. കാരണം ഹദീസ് പഠിപ്പിക്കുമ്പോൾ അത് എഴുതുമ്പോൾ അതിൻ്റെ പ്രചാരകരായി മാറുമ്പോൾ അവർക്ക് ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ ഭാഗ്യം ലഭിക്കും. അത്തരം ഭാഗ്യം എല്ലാം ഒരുമിച്ച് കൂട്ടിയവരായി തീരാൻ നമുക്ക് കഴിയണം. നാം ഹദീസ് പഠിക്കുമ്പോൾ അതിൻ്റെ പ്രചാരകരായി മാറുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ നമുക്ക് സാധിക്കണം. വലിയൊരു നേട്ടമാണത്. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ ഈ ഒരു സ്വലാത്തും ഈ ഹദീസ് പഠനവും നമുക്ക് വലിയൊരു കാരണമായി തീരണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ പഠനങ്ങളെല്ലാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞു തന്ന വാക്കുകളാണ് മുസ്ലിം സമുദായം ഇന്നും ആദരവോടുകൂടെ കേൾക്കുന്നത്. അന്ന് അവിടുന്ന് പറഞ്ഞു തന്ന പ്രസ്താവനകളാണ് ഇന്നും ഈ സമുദായത്തെ ചലിപ്പിക്കുന്നത് എന്ന ഒരു ബോധത്തോടു കൂടെയായിരിക്കണം നാം ഇതിനെ സമീപിക്കേണ്ടത്. നമുക്ക് ഹദീസ് പറഞ്ഞു തന്ന അൽ ഹദീസുൽ മുസൽസലു ബിൽ അവ്വലിയയും അതുപോലെ മറ്റു ഹദീസുകളൊക്കെ പറഞ്ഞു തന്ന സുൽത്താനുൽ ഉലമ മുതൽ അവിടുന്ന് അങ്ങോട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള കണ്ണിമുറിയാതെയുള്ള ആ ചങ്ങല നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പറഞ്ഞു തന്ന ആ മഹാന്മാർ അവരൊക്കെയാണ് നാളെ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള വസീലകൾ. അവരോടൊക്കെയുള്ള ആദരവും ബഹുമാനവും പുലർത്തിക്കൊണ്ടായിരിക്കണം, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തുകൊണ്ടുമായിരിക്കണം നമ്മുടെ ഈ ഹദീസ് പഠനങ്ങളെല്ലാം നാം നടത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ ദുററിനോടൊപ്പം ദാറുൽ ഹദീസിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിലും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നതിലും മറ്റുള്ള എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും വിശുദ്ധ ഹദീസിനിക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്ത് എങ്ങനെ വളരണമെന്നാണോ ആഗ്രഹിച്ചത് ആ രൂപത്തിൽ അവിടുത്തെ പ്രസ്താവനകളും അവിടുത്തെ ചര്യകളും പരമാവധി നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെ ഒരു ആശയ പഠനമാണ് ഈ ദുറർ എന്ന പദ്ധതിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ ഹദീസിൻ്റെ വ്യാപകമായ പഠനത്തിനും അതിൻ്റെ പ്രചാരണത്തിനും വേണ്ടിയുള്ള വിശ്രമമില്ല പരിശ്രമത്തിലാണ് ദാറുൽ ഹദീസിൻ്റെ ഭാരവാഹികൾ. വരും കാലങ്ങളിൽ നമുക്ക് സന്തോഷകരമായ രൂപത്തിൽ ദാറുൽ ഹദീസിൻ്റെ സേവനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉണ്ടാവണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങളെ ഉണർത്തുന്നു. ദാറുൽ ഹദീസ് അത് പുതിയൊരു സംരംഭമാണ്. കേരളത്തിൽ ഹദീസ് പഠനം മുഖ്യ ലക്ഷ്യമായി സ്ഥാപിച്ച ഒരു പുതിയ സംരംഭം. ഇൻഷാ അല്ലാഹ് ധാരാളം ലക്ഷ്യങ്ങൾ ആ രംഗത്ത് നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. പ്രധാനമായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെതിരെയുള്ള കുപ്രചരണങ്ങളും പരിഹാസങ്ങളും അതിനെ നമുക്ക് എതിർക്കേണ്ടതുണ്ട്. അതോടുകൂടെ തന്നെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഇമാമിങ്ങൾ അവർ ചെയ്തതുപോലെ ഹദീസിന്റെ വ്യാപകമായ പഠനങ്ങളും മനഃപ്പാഠമാക്കലും ഹദീസിന്റെ വിശദീകരണം പഠിക്കലും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കലും എല്ലാം ദാറുൽ ഹദീസിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദൗത്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് ആ ലക്ഷ്യത്തിന് വേണ്ടി നാം
കുറച്ച് സ്ഥലമെടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇനി തിരു ഹദീസ് പഠനത്തിൻ്റെ ഗാംഭീര്യവും മഹത്വവും അറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയ സൗധം, ഒരു നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി അതുമായി സഹകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ സംഭാവനകളെല്ലാം നാളെ ആഖിറത്തിൽ വലിയ ഫലം ചെയ്യും എന്നത് തീർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ട ഈ വലിയൊരു പദ്ധതിക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.